ഹായ് ഫ്രണ്ട്സ്, സ്വാൻ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ ഓലനാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള സദ്യകളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഓലൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ 250 ഗ്രാം കുമ്പളങ്ങ ക്ലീൻ ചെയ്ത ശേഷം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അരക്കപ്പ് വൻപയർ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം കുക്കറിലിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താണ് കേട്ടോ. പിന്നെ ഒരു മുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് വേപ്പിലയും 4 പച്ചമുളകും, ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. അധികം മൂക്കാത്ത കുമ്പളങ്ങ വേണം കേട്ടോ ഓലൻ ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുമ്പളങ്ങയാണ്. നമ്മൾ തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ച ശേഷമാണ് കേട്ടോ കുമ്പളങ്ങ വേവിച്ചെടുക്കുന്നത്. 2-ാം പാൽ ഒഴിച്ച ശേഷം ഇതിലേക്ക് 2 തണ്ട് വേപ്പിലയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കരുത് കേട്ടോ. പയറിന് നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ കുമ്പളങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്താൽ മതിയാകും. കുമ്പളങ്ങ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. പയറും കുമ്പളങ്ങയും ഇതിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് വെന്ത് യോജിച്ച് വരണം. അപ്പോഴാണ് ഓലന് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് കേട്ടോ. ഒരു 3-4 മിനിറ്റിന് ശേഷം ദാ ഇപ്പോൾ കുമ്പളങ്ങയും പയറും നന്നായി വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ച ശേഷം തിളപ്പിക്കരുത് കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് ഓഫ് ചെയ്താലും ഇതിൽ തിള വരും. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം നമുക്കിതിലേക്ക് അല്പം വേപ്പിലയും 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഓലന് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം നല്ല പാകത്തിനാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലൊന്ന് ഓലൻ ഉണ്ടാക്കി നോക്കണേ. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഓലൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.